നമസ്കാരം. ഇനി ജനകീയ വാർത്താ നേരത്തിന്റെ സമയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പ്രേക്ഷകരെ അറിയിക്കാനും അതിൽ ഇടപെടാനുമാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും 24-ന് കഴിയുന്ന ഒരു പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന പതിവ് ഉറപ്പോടെ നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ആദ്യം നമ്മൾ പോകുന്നത് ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഏറെ ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ്. ഒരുപക്ഷെ ഇന്നലെ ആ വാർത്ത വന്നെങ്കിലും അതിന്റെ ഭീകരതയൊക്കെ വ്യക്തമായത് ഇന്ന് അതിന്റെ ആഴം മനസ്സിലായപ്പോഴാണ്. പറഞ്ഞു വരുന്നത് വാൽപ്പാറയിലെ സംഭവത്തെക്കുറിച്ചാണ്. ഇന്നലെ രാത്രിയോടെയാണ് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പുലി പിടിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. വീട്ടുമുറ്റത്ത് എത്തിനോക്കുന്ന കുഞ്ഞിനെയായിരുന്നു നിമിഷ നേരം കൊണ്ട് പുലി വലിച്ചിഴച്ചു കൊണ്ടുപോയത്. ഇന്ന് ആ 6 വയസ്സുകാരുടെ മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാറയിടുക്കിൽ നിന്നാണ് 6 വയസ്സുകാരിയുടെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വാൽപ്പാറ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. പച്ചമല തേയിലത്തോട്ടത്തിന് നടുവിലെ പാടിയുടെ മുറ്റം റോഷ്നി കളിയിടമാക്കിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. നാട് വിട്ടു വരാൻ ഇഷ്ടമില്ലായിരുന്നു. അമ്മ പണിയെടുക്കുന്നിടം. അമ്മയ്ക്കൊപ്പം കഴിയാനുള്ള കൊതികൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് വാൽപ്പാറയിലെത്തി. മുറ്റത്തെ പൈപ്പിൽ നിന്നെടുത്ത വെള്ളം അടുക്കളയിലെ പാത്രത്തിൽ നിറയ്ക്കാൻ അകത്തേക്ക് കയറിയതാണമ്മ. വെള്ളം നിറങ്ങിക്കളയുന്നുണ്ടോ എന്നറിയാൻ വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കിയതേയുള്ളൂ റോഷ്നി. തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരുന്ന പുലി 6 വയസ്സുകാരിയെ പിടികൂടി വലിച്ചിഴച്ചു. പുലി കാണാമറയത്ത്. இது என்னன்னா வடமாநிலத்துக்காரவங்க அந்த இறைச்சியெல்லாம் வீட்டுக்கு பக்கத்திலே போடுறதுனால சிறுத்தைகளும் வந்துடுது. அடர்ந்த வனப்பகுதியாக இருக்கிறதுனால சுற்று பாதுகாப்பு இல்லாத சூழ்நிலையில் വീട്ട് അരികെ സിർത്ത യാന ഇത് വന്നിരുന്നു. രാത്രി മുഴുവൻ തിരച്ചിൽ. രാവിലെ ഡോഗ് സ്ക്വാഡ് അടക്കം വൻ സംഘമെത്തി. കിലോമീറ്ററുകൾക്കപ്പുറം പാറയിടുക്കിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ പാതി ഭക്ഷിച്ച മൃതദേഹം കണ്ടെത്തി. நைட்டு ஃபுல்லாக 12 மணி மட்டும் தேடி ஒன்றும் கிடைக்கல. அதுக்கப்புறம் காலையில் போகும்போது நாங்கள் எல்லாம் பார்த்தோன்னா இப்போ மோப்பநாயெல்லாம் கூட்டிகிட்டு போனாங்க. அப்பயே ஒன்றும் ரிசல்ட் ஒன்றும் தெரியல. அதுக்கப்புறம் மோப்பநாய்க்கு சாப்பாடு கொடுக்கணுன்ட்டு அவங்க வந்துட்டாங்க. வந்ததுக்கப்புறம் எல்லாரும் ஆளு மேருமா சேர்ந்து எல்லாம் மொத்தமாக காட்டுக்குள்ளே போகலாம் அப்படின்னா நானும் எங்கள் அண்ணனும் போகும்போது பாடி இருந்துச்சு. ரோட்லேருந்து ஒரு 300 மீட்டருக்கு முன்னாடியே தான் இருந்துச்சு பாடி. அதில் தலை இருந்துச்சு, ஒரு கால் 2 கை, உடம்புக்கு கீழே எதுவுமே இல்லை, எல்லாமே சாப்பிட்டுருச்சு. വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റോഷ്നിയുടെ മൃതദേഹം അച്ഛന്റെ കൈയിലേക്ക്. നാടുകാണാൻ കൊതിച്ചവൾക്ക് വാൽപ്പാറയിലെ പൊതുശ്മശാനത്തിൽ ഇനി അന്ത്യവിശ്രമം. ഫെൻസിങ്ങോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെയാണ് തോട്ടം തൊഴിലാളികൾ ഇവിടെ അന്തി ഉറങ്ങുന്നത്. പുലി റോഷ്നിയുടെ ജീവൻ അപഹരിച്ചതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് തോട്ടം തൊഴിലാളികൾ ഉയർത്തുന്നത്. നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഈ ലയങ്ങളിൽ അവരെ എങ്ങനെ സുരക്ഷിതമായി ചേർത്ത് നിർത്താൻ കഴിയുമെന്ന ആശങ്കയിലാണ് മാതാപിതാക്കളുമുള്ളത്. ക്യാമറാമാൻ സന്ദീപ് കോലരിക്കൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും വലിയ ഭീതിയിൽ തന്നെയാണ് വാൽപ്പാറയിലെ ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. ഒരു കുഞ്ഞു ജീവൻ പൊലിഞ്ഞതിന്റെ ഞെട്ടൽ, അതിന്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ല പ്രദേശവാസികൾക്ക്. ഇനിയും പുലിയുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭീതിയും അവർ പങ്കുവെക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. இந்த பச்சைமலை எஸ்டேட்டுங்கிறது டாடா காஃபியோட எஸ்டேட்டு. இதே தான் கேரளாவில் மலுக்கப்பாறையில் இருக்குது. மலுக்கப்பாறை அங்கே பார்த்திங்கன்னா எஸ்டேட்டில் ஃபென்சிங் போட்டு கொடுத்துருக்காங்க, ரோடு வசதி செஞ்சு கொடுத்துருக்காங்க, எல்லா வசதியும் இருக்குது. ஆனால் தமிழ்நாட்டில் அந்த வசதியெல்லாம் செய்யலை. அதான் இதில் முக்கியமான விஷயம். இப்போ தற்போது அதிகமாகிடுச்சு. 6 மணிக்கு பிடிச்சிருச்சுங்க. 6 மணிக்கு முன்னாலே பிடிச்சிருச்சு. நாங்கள் கத்த கொண்டுட்டே போயிடுச்சு. சிறுத்தை வருதுங்க, ஆனை வருது, காட்டு மாடு இருக்குது. காட்டு மாடு தொந்தரவு பெரிய தொந்தரவு. ஒரு 6 மணி போல் தண்ணியெல்லாம் பிடிச்சிட்டு இருந்தோம். அப்போ தான் அவங்க தண்ணி பிடிச்சிட்டு அவங்க அம்மா வீட்டுக்குள்ளே போச்சு. அந்த பிள்ளை தண்ணி கோழி ஊற்றிட்டு இருந்த பிள்ளைய சிறுத்தை புள்ளி பிடிச்சிருச்சு. இன்னும் பாதுகாப்புக்கு ஒன்றும் இல்லைங்க, ஒன்றுமே இல்லை. ஆனால் முதல்ல காலத்துலலாம் இந்த லைன்ஸில் எல்லாம் 12 பிள்ளைங்க, குறைஞ்சது 7-5 பிள்ளைங்க இருந்தாங்க குழந்தைகளாம். ஆனால் இந்த மாதிரி சம்பவம் நடந்ததே இல்லை. இப்போ தான் அப்படி நடந்துருக்குது.
എന്തായാലും വാൽപ്പാറയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ ലയങ്ങൾക്ക് ചുറ്റും ഒരു മതിലില്ലാത്തത് വലിയ പ്രശ്നമാണ്. കുറേ നാളുകളായി ഇത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് അധികാരികൾ പരിഗണിക്കുന്നില്ല എന്ന പരാതിയും ആക്ഷേപമൊക്കെ അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അവിടെ ഇന്നിപ്പോൾ സൂരജ് സജ്ജി നമ്മുടെ റിപ്പോർട്ടർ അവിടെ പോയപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ പ്രതികരിച്ചിരുന്നു. അതിൽ ഒരു പ്രതികരണം കേട്ടത് അവിടെ കുട്ടികളോട് അല്ലെങ്കിൽ എല്ലാവർക്കും നിർദ്ദേശം നൽകാറുണ്ട്, വൈകിട്ട് 6 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെയൊക്കെ എത്ര കാലം നമുക്ക് കഴിയാൻ കഴിയും? അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ വാൽപ്പാറയിലെ സാഹചര്യം മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തും പലയിടങ്ങളിലായി ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളുണ്ട്. അവിടേക്ക് ഒരു ശാശ്വതമായ പരിഹാരം എന്ത് എന്നതിന് കൃത്യമായ ഉത്തരം സർക്കാർ എന്തുകൊണ്ട് നൽകുന്നില്ല എന്നതൊരു ചോദ്യമായി ബാക്കിയാവുകയാണ്. അതപ്പം മറ്റൊരു വാർത്ത മലപ്പുറത്ത് നിന്ന് വരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് പാന്ത്രയിൽ നരഭോജി കടുവയുടെ ആക്രമണത്തിൽ പശുക്കുട്ടി ചത്തു എന്നാണ് വാർത്ത. ഇല്ലമ്പള്ളി അബ്ദുൽ കരീമിന്റെ പശുക്കുട്ടിയാണ് ചത്തത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഇത് നരഭോജി കടുവ എന്ന് പറയാൻ എന്താണ് കാരണം? നേരത്തെ ഈ രീതിയിൽ ആക്രമണം നടത്തിയ, ജനവാസ മേഖല അടക്കം ഇറങ്ങി ആക്രമണം നടത്തിയ അതേ കടുവ തന്നെയാണോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം വനംവകുപ്പ് നൽകുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത് പാന്ത്രയിൽ? പ്രജിൻ, കഴിഞ്ഞ മാസം 15-ാം തീയതി കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ദുൽ ഗഫൂറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയാണ് കരുവാരക്കുണ്ടിൽ ആക്രമിച്ചത് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ കരുവാരക്കുണ്ട് പാന്ത്രയിൽ കടുവയുടെ ആക്രമണത്തിൽ പശുക്കുട്ടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അബ്ദുൽ കരീമിന്റെ ഈ പശുക്കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ ആക്രമണം നടത്തി കടുവ ഈ കാട്ടിലേക്ക് മറയുകയായിരുന്നു. പിന്നീട് ഇന്ന് വനം വകുപ്പ് വന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് കടുവയുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ഈ പശുക്കുട്ടിയെ കെട്ടിയ തൊഴുത്തിന് സമീപത്ത് നിന്ന് ഈ കടുവയുടെ കൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നിന്നും 1 കിലോമീറ്റർ അകലെ തങ്ങൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വനം വകുപ്പ് കടുവക്കായി സ്ഥാപിച്ച ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യവും പതിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒരു കടുവയാണ്. മാത്രമല്ല, നേരത്തെ അബ്ദുൽ ഗഫൂറിനെ കടിച്ചു കൊന്ന കടുവയാണ് ഇത് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ കടുവയെ കഴിഞ്ഞ 1 മാസത്തിലധികമായി വനം വകുപ്പ് തിരച്ചിൽ നടത്തുന്നെങ്കിലും കടുവയെ പിടികൂടാൻ കഴിയാത്തതാണ് വളരെ ഒരു പ്രശ്നമായി മാറുന്നത്. മാത്രമല്ല, ഇടയ്ക്കിടെ കടുവയുടെ ആക്രമണവും കടുവയുടെ കാൽപ്പാടുകളും ദൃശ്യവും ഒക്കെ പ്രകടമാകുന്നുണ്ടെങ്കിലും കടുവയെ ഇതുവരെ വനം വകുപ്പിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാർക്ക് വലിയൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുലർച്ചെയൊക്കെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധിയായി ഈ കടുവ ജനവാസ മേഖലയിൽ നടക്കുന്നത് ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. പ്രജിൻ, യെസ്, അത് തന്നെയാണ്. നേരത്തെയും പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. അതൊരു വലിയ ആക്ഷേപമായും ഒക്കെ അവിടെ മാറുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലും നമ്മുടെ പ്രേക്ഷകർ രേഖപ്പെടുന്നുണ്ട്. ഹാരിഫ് ആഷ്മി കളത്തൂർ പറയുന്നു, ഈ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമാകുന്നുണ്ട്. മനുഷ്യജീവനുകൾ പൊലിയുന്നു. നഷ്ടപ്പെടുന്നത് ഉറ്റവർക്കാണ്. രാഷ്ട്രീയ കളികൾ മറന്ന് പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രമിക്കേണ്ടതുണ്ട്. നഷ്ടപരിഹാരം നഷ്ടപ്പെട്ടതിനുള്ള പരിഹാരമല്ല എന്നാണ് ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നത്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ എത്താം. അതിനുമുമ്പ് മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നു. വടക്കൻ കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമായേക്കും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തിങ്കൾ മുതൽ ബുധൻ വരെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു തിരുവനന്തപുരത്തും. അലക്സ്, നേരത്തെ അറിഞ്ഞിരുന്നത് ഇനിയിപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു തുടങ്ങും എന്നാണ്. പക്ഷേ അതിപ്പോൾ മാറിയിരിക്കുന്നു. പുതിയ അറിയിപ്പ് പ്രകാരം വീണ്ടും ശക്തമായ മഴയുണ്ടാകും. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥാ പ്രവചനം. എന്താണ് മറ്റു വിവരങ്ങൾ? പ്രചന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മഴ അങ്ങ് പൂർണ്ണമായി ശമിക്കുകയെന്നല്ല, ഇടവേളകളിൽ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമായേക്കാനുള്ള സാധ്യത, മഴ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഒരൽപ്പം കനത്തേക്കാനുള്ള സാധ്യത വടക്കൻ കേരളത്തിലുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത, അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നാളെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാകട്ടെ തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത തുടരണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിതീവ്ര മഴ പെയ്ത ഇടമാണ്. പലയിടങ്ങളിലും ഈ മണ്ണും അതുപോലെ ഈ അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളൊക്കെ അത്തരത്തിൽ നനഞ്ഞിരിക്കുന്നുണ്ടാകും. മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി ഈ തുടർന്ന ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ്, മണിക്കൂറിൽ പരമാവധി
40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നു. അതിനാൽ ജാഗ്രത തുടരണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് മറ്റു വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്നാലും ഒരു ജാഗ്രത വേണം. സാധാരണഗതിയിലേക്കാൾ ഉയർന്ന തിരമാല തീരത്തുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ വന്നതാണ്. അതിനാൽ ആ തരത്തിലൊരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രധാനമായും മഴ കനക്കാൻ കാരണമായി പറയുന്നത് ഈ തെക്കു പടിഞ്ഞാറൻ ബീഹാറിന് മുകളിൽ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ വടക്കു കിഴക്കൻ രാജസ്ഥാന് മുകളിൽ ഒരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവയുടെ സ്വാധീനമാണ് ഈ 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് കാരണമായേക്കാവുന്നതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. യെസ്, അലക്സ് റാംഹുദാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം തൊട്ട് വീണ്ടും മഴ ശക്തമായി തന്നെ പെയ്യും. ഈ മഴ ശക്തമായി പെയ്യുന്നു അല്ലെങ്കിൽ പെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ചില മേഖലകളുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തീരമേഖലയാണ്. ഒപ്പം മലയോര മേഖല, ഇവിടെയൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. മഴ കനത്താൽ കണ്ണമാലി നിവാസികൾക്ക് വലിയ ദുരിതമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ മഴക്കാലത്തും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. റോഡിലേക്കും വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. പിന്നാലെ കടൽഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ ഇന്നും അവിടെ പ്രതിഷേധമുണ്ടായി. സർക്കാർ നിസ്സംഗതയ്ക്കെതിരെ ജലവിഭവ മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും അതിനിടയിൽ കണ്ടു. കണ്ടമാലിയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇന്നത്തെ പ്രതികരണം. ചെല്ലാനത്തെ ടെട്രോപോഡ് മാതൃക ഇടത് സർക്കാരിന്റെ നേട്ടമായി കണക്കാക്കാം. പക്ഷേ എന്തുകൊണ്ടത് ചെല്ലാനത്ത് മാത്രമായി ഒതുങ്ങുന്നു? കണ്ണമാലിയിലും മനാശ്ശേരിയിലുമൊക്കെയുള്ള ജനങ്ങളുടെ ദുരിതം ആരാണ് കാണുക? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ദുരിതമനുഭവിക്കുന്നതാകട്ടെ കേരളത്തിന്റെ സ്വന്തം സൈന്യവും. കണ്ണമാലിയിൽ ഈ വർഷം കടലുകയറ്റത്തിൽ തകർന്നത് 9 വീടുകൾ. കേടുപാടുകൾ സംഭവിച്ചത് 100-ലധികം വീടുകൾക്ക്. ഇവർ ഇനി ആരോടാണ് ദുരിതം വിവരിക്കേണ്ടത്? ചെല്ലാനം തീരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ സീസണിൽ ഇവിടെ നിരത്തിയ ജിയോ ബാഗുകളാണ്. മണ്ണ് നിറച്ച് ജിയോ ബാഗുകൾ തീരത്ത് തടയണ സൃഷ്ടിച്ചാൽ അതൊരു പരിഹാരമേ ആവുന്നില്ല. ഇവിടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്താലും ഇത് താൽക്കാലികമായിട്ടേ നിലനിൽക്കുള്ളതെന്ന് തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ പറയണില്ലേ ജിയോ ബാഗ് കിട്ടാൻ നമുക്കത് ഏറ്റവും വലിയ സേഫ്റ്റിയാണെന്നല്ല. ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. കണ്ണമാലിയുടെ പ്രതിഷേധം തീരദേശത്ത് നിന്ന് നഗരത്തിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരിപാടിക്കെത്തിയ ജലവിഭവ വകുപ്പ് മന്ത്രിയെ യൂത്ത് കോൺഗ്രസ് കരികൊടി കാണിച്ചു. എല്ലാം പരിഹരിക്കാമെന്ന് റോഷി അഗസ്റ്റിൻ. അപ്പോഴും എപ്പോൾ പരിഹരിക്കുമെന്നതിൽ മറുപടിയില്ല. ഹോട്ട്സ്പോട്ടുകൾ കേരളത്തിൽ വേറെയുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകളെല്ലാം തന്നെയും ടെട്രോപോഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും. അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ആ ജോലി ചെയ്യാൻ 7.5 കിലോമീറ്റർ തീർത്തത് LDF ഗവൺമെൻറ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. അതിനെ കാണിച്ച ആ ജാഗ്രത അവിടുത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങാട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം വൈദികർ കണ്ണമാലിയിലെ പ്രതിസന്ധികൾ ഉയർത്തി ഉപവാസം നടത്തിയിരുന്നു. ഹൈക്കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട്. അടുത്ത ദിവസം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശവാസികൾ. ചെല്ലാനം മാതൃകയിൽ ടെട്രോപോഡൊന്നും തീർക്കാൻ പറ്റില്ലെങ്കിൽ പ്രാഥമികമായ പ്രതിരോധ നടപടികളെങ്കിലും ചെയ്യണം. ജിയോ ബാഗോ അതല്ല എങ്കിൽ വാടകയെങ്കിലും പിടിക്കാനുള്ള ഒരു സൗകര്യം തീരദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടം ചെയ്തു നൽകണം. അതല്ല എങ്കിൽ ഈ ദുരിതം തുടരുക തന്നെ ചെയ്യും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ അത് എത്ര നാളായി ഈ മേഖലയിലുള്ള ആൾക്കാർ അത് ചെയ്യുന്നു. അതിപ്പോൾ ഈ കണ്ണമാലിയാണെങ്കിലും ചെല്ലാനമാണെങ്കിലും നായരമ്പലമാണെങ്കിലും അവിടെയെല്ലാമുള്ള തീരദേശവാസികളുടെ പ്രശ്നം അതൊരു പരിഹാരവുമില്ലാതെ തുടരുകയാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു സമരവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. എറണാകുളം കണ്ണമാലി ചെല്ലാനം തീരദേശ സമരത്തിൽ 9 വൈദികർ ഉൾപ്പെടെ 10 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. തോപ്പുംപടി പോലീസാണ് കേസെടുത്തത്. നിയമവിരുദ്ധമായി സംഘടിച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന വകുപ്പിലാണ് ഈ കേസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം,
കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ അവിടെ ഉയർത്തുകയായിരുന്നു. വൈദികർ ഉൾപ്പെടെ അവിടെ പ്രദേശവാസികളും ഒക്കെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന്റെ നടപടി അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത്? നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് 5000-ലധികം ആളുകൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 10 പേരുടെ നേതൃത്വത്തിൽ, അത് 9 വൈദികരും ഒരാൾ ലാറ്റിൻ കത്തോലിക്ക അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമാണ്. ഇവരുടെ നേതൃത്വത്തിൽ സംഘടിക്കുകയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് ആരോപിക്കുന്ന കുറ്റം. തോപ്പുംപടി പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ലാറ്റിൻ കത്തോലിക്ക അസോസിയേഷൻ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാന കാര്യം, ഈ സമരം നടക്കുന്ന കാര്യം കോർപ്പറേഷനിൽ അറിയിച്ചിരുന്നു, പോലീസ് സ്റ്റേഷനിൽ കത്ത് നൽകിയിരുന്നു. ഇത് സമരത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ കടത്തിവിടുകയും ചെയ്തത് പോലീസിന്റെ ജോലിയായിരുന്നു. പക്ഷേ പോലീസ് അവിടെ കാഴ്ചക്കാരെ പോലെ നിന്ന് ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്തത്. തുടർന്ന് സമരക്കാർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം, ഇത് കള്ളക്കേസാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിലുപരിയായിട്ട് ഇങ്ങനെ കേസെടുത്ത് ഭീഷണിപ്പെടുത്താമെന്ന് കരുതേണ്ട എന്നൊരു മുന്നറിയിപ്പും പോലീസിന് സമരക്കാരും സഭാ നേതൃത്വവും നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 5000-ലധികം പേർ പങ്കെടുത്ത ഒരു വലിയ സമരത്തിനെതിരായിട്ടാണ് ഇപ്പോൾ പോലീസും നിയമ നടപടിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അത് ചെല്ലാത്ത ഏത് രീതിയിൽ ഇനി സമരത്തെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടത്. എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, പൊതുജനം കഴിഞ്ഞില്ല സാർ എന്ന പരിപാടിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ ബീച്ചുകളിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നം, അതിനാരാണ് കാരണക്കാർ എന്നുള്ളത്. ആ രീതിയിൽ മറ്റൊരിടത്തേക്ക് നമ്മൾ ഇന്ന് യാത്ര പോവുകയാണ്. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് അഭിമാനമായിരുന്നു തിരുവനന്തപുരം ശംഖുമുഖം ബീച്ച്. അങ്ങനെ അഭിമാനമായിരുന്നു എന്ന് പറയാൻ കാരണമുണ്ട്. ഇപ്പോൾ ബീച്ചിന്റെ അവസ്ഥ ശോചനീയമാണ്. ശംഖുമുഖം ബീച്ചിന്റെ പകുതി ഭാഗവും നിലവിൽ കടലെടുത്തു കഴിഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി നടത്തിയ തീരസംരക്ഷണ പ്രവർത്തനങ്ങളും തകർന്നടിഞ്ഞ നിലയിലാണ്. തീരസംരക്ഷണത്തിന് ശാശ്വതമായ മാർഗം വേണമെന്നുള്ളതാണ് വിനോദസഞ്ചാരികളുടെയും തീരദേശവാസികളുടെയും ഇപ്പോഴത്തെ ആവശ്യം. സംസ്ഥാനത്തിന്റെ അഭിമാന തീരം ശംഖുമുഖം. കാലങ്ങൾക്ക് മുന്നേ നിരവധി വിനോദസഞ്ചാരികളാണ് ഈ ബീച്ചിലേക്ക് എത്തിയിരുന്നത്. അതിന് കാരണമാകട്ടെ ബീച്ചിലുണ്ടായിരുന്ന മെച്ചപ്പെട്ട സൗകര്യങ്ങൾ. കാലവർഷം ശക്തമായതോടെ കടൽ പ്രക്ഷുബ്ധമാണ്. കടലാക്രമണം രൂക്ഷമാണ്. തീരത്തിന്റെ പകുതി ഭാഗവും കടലെടുത്തു കഴിഞ്ഞു. പണ്ട് ഈ കടലുണ്ടായിരുന്നത് മീറ്ററുകൾ അപ്പുറത്ത്. 400 മീറ്ററോളം ഉണ്ടായിരുന്ന തീരം മുഴുവൻ കടലെടുത്തു കഴിഞ്ഞു. ശ്രീപത്മനാഭ ക്ഷേത്രം വക നിർമ്മിച്ച ആറാട്ട് മണ്ഡപത്തിന് തൊട്ടടുത്തുവരെ കടലെത്തി. കടൽ കാണാനെത്തുന്നവർക്ക് ശംഖുമുഖം ബീച്ച് നൽകുന്നത് നിരാശ മാത്രം. എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ, ഇനി എത്ര എടുത്ത് പോകണം, ഇനി ഇത്ര നമ്മൾ നിൽക്കുന്ന ഭാഗം പോലും പോകണം എന്നുള്ള ഇതാണ് വരുന്നത്. നോക്ക് അത്രയും അടിച്ചു വരുന്നുണ്ട്. ഇപ്പം മഴയില്ലാത്ത സമയത്ത് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ മഴയുള്ള സമയത്ത് എന്തായിരിക്കും? തീരം സംരക്ഷിക്കണം, എല്ലാ തീരവും ഇതുപോലത്തെ എല്ലാ തീരവും സംരക്ഷിക്കപ്പെടണം. അതിന് ഗവൺമെന്റിന്റെ എല്ലാ ഇതും കണ്ണിൽ പെടണം. ഈ തീരം ഇങ്ങനെ കടലെടുക്കുന്നത് ആദ്യ സംഭവമല്ല. എല്ലാ വർഷവും സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷേ അത് അടുത്ത വർഷത്തേക്ക് കാണാനുണ്ടാകില്ലെന്ന് മാത്രം. അപകട ഭീഷണി മൂലം ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും കുറവ്. കല്ല് നല്ല വലിയ കല്ലോ നെറ്റോ അടിച്ച് ഇത് ചെയ്താലേ ചെറുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കര കാണാതെ പോകും. ഒരു 10 വർഷം കഴിഞ്ഞ കോപ്പി ഹൗസ് വരെ എടുത്തിട്ട് പോകും. അത്രയ്ക്ക് രൂക്ഷമായ രീതിയിലാണ് കടൽ വരണത്. നമ്മളെ കച്ചവടം ബാധിക്കുന്നുണ്ട്. നമുക്ക് കച്ചവടം നടക്കുന്നില്ല. നമ്മളെ സാധനം കൊണ്ടുവരുന്ന എല്ലായിടത്തും കളഞ്ഞിട്ട് പോണു. ആൾക്കാർ കുറഞ്ഞു പോണു. മഴ ചാറുമ്പോൾ ആൾക്കാരെല്ലാം പോവും. വലിയ ബുദ്ധിമുട്ടാണ്. ഫൈബർ ട്യൂബുകളിൽ മണൽ നിറച്ച് തിരകളുടെ ശക്തി കുറയ്ക്കുന്ന പദ്ധതിയും കടൽ ഭിത്തിയുമെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു. സഞ്ചാരികൾക്ക് സുരക്ഷിതമായി എത്താനും തീരദേശവാസികൾക്ക് ഭീതിയില്ലാതെ താമസിക്കാനും ശംഖുമുഖത്ത് ഇന്ന് യാതൊരു സൗകര്യങ്ങളുമില്ല. എല്ലാ വർഷവും ലക്ഷങ്ങളാണ് തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ചിലവാക്കുന്നത്. പക്ഷേ പണിതതെല്ലാം എല്ലാ കാലവർഷക്കാലത്തും തകർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം തീരശോഷണം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരു വർഷം പണിത സംവിധാനങ്ങളൊക്കെ അടുത്ത വർഷത്തേക്ക് ഇല്ലാതാകുന്നത്? ശാസ്ത്രീയമായ പഠനമടക്കം ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു കാലത്ത് ഈ തീരം തന്നെ അപ്രത്യക്ഷമായേക്കാം. ക്യാമറമാൻ സജീവിനും ശ്രീജുവിനുമൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.
ബീച്ച് ഇങ്ങനെയായോ, ശംഖുമുഖം ബീച്ച് ഇപ്പോൾ ഇങ്ങനെയാണോ എന്ന് പലരും അത്ഭുതപ്പെടുകയാണ്. ഷീജ MK അത്തരത്തിലൊരു കമന്റ് നടത്തുന്നു. അതാണ് അവസ്ഥ. ഇതാണ് അവിടുത്തെ യഥാർത്ഥ ചിത്രം. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ശംഖുമുഖം ഇങ്ങനെ നാശോന്മുഖമായി കിടക്കുകയാണ്. ഇതിപ്പോൾ രവികുമാർ PB മറ്റൊരു കാര്യം പറയുന്നു. നേരത്തെ ഈ കണ്ണമാലി മേഖലയിൽ ഒക്കെ ഉണ്ടായ പ്രതിഷേധത്തിൽ പോലീസ് കേസെടുത്തതുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച പ്രകടനങ്ങളും സമരങ്ങളും ഒക്കെ നടത്താം, മറ്റുള്ളവർ നടത്തിയാൽ എന്തെല്ലാം കേസുകൾ, കഷ്ടം എന്നാണ് രവികുമാർ PB അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ജനങ്ങൾ അവരുടെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ അതിലേക്ക് എത്താം. പുതിയ വാർത്തകളുണ്ട്. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് ബ്രേക്ക്. വെൽക്കം ബാക്ക്. പൊതുജനം കഴുത്തിൽ സാർന്ന പരിപാടി തുടരുകയാണ്. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കാറുണ്ട്. ഒരുപാട് ജനകീയ വിഷയങ്ങൾ എല്ലാ ദിവസവും ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്, അധികാരികൾക്ക് മുന്നിലേക്കും ആ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ, പരിഹാരം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കുന്നു. ഇത് അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിൽ അനധികൃത അരി ഗോഡൌണിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരവും വിലയും കുറഞ്ഞ അരി കൊണ്ടുവന്ന് പുതിയ ചാക്കുകളിൽ പാക്ക് ചെയ്ത് വിൽക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അരി കഴുകാനും പാക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഗോഡൌണിൽ നിന്ന് നാട്ടുകാർ കണ്ടെത്തുകയും ചെയ്തു. 24 ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയ്ക്ക് പിന്നാലെ നെടുമങ്ങാട് താലൂക്ക് സപ്ലൈ ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 24 ഇംപാക്ട്. പാലോട് പെരിങ്ങമല പാപ്പനംകോടാണ് അനധികൃത അരി ഗോഡൌണിനെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരവും വിലയും കുറഞ്ഞ അരി കൊണ്ടുവന്ന് പുതിയ ചാക്കുകളിൽ പാക്ക് ചെയ്ത് വിൽക്കുന്നുവെന്നാണ് ആരോപണം. അരി കഴുകാനും പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഗോഡൌണിൽ നാട്ടുകാർ കണ്ടെത്തി. രാത്രികാലങ്ങളിൽ അരി ഗോഡൌണിൽ എത്തിച്ചു കഴുകി ആപ്പിൾ എന്ന ബ്രാൻഡ് പേരിൽ വിൽക്കുകയാണ് പതിവെന്നാണ് ആരോപണം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് വിൽപ്പന. അന്യസംസ്ഥാനങ്ങളിലെ ചാക്ക് ഉൾപ്പെടെ അതിനകത്തുണ്ട്. അതിവിടെ കൊണ്ടുവന്നുകൊണ്ട് എന്തോ ലായനിയൊക്കെ ഉപയോഗിച്ച് ഒരു മെഷീൻ ഉപയോഗിച്ച് അത് കഴുകി വൃത്തിയാക്കി പിന്നെ ഒരു ബ്രാൻഡ് നെയിമിൽ, ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിലാക്കി അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് ഇവിടെ നടക്കുന്നത്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം നമ്മുടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. സ്റ്റേഷനറി അതിനൊരു മെഷീനൊക്കെ ഉണ്ട്. വളം ചാക്കുകളിൽ നിറച്ച് ഇവിടെ ഇട്ടിരിക്കുന്നു. ബാക്കി ആപ്പിൾ ബ്രാൻഡെന്നും ഓറഞ്ച് ബ്രാൻഡെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ചാക്കുകളിൽ നിറച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ തൊഴിലാളികൾ അതുമായി ബന്ധപ്പെട്ട് 2 മാസമായി അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. 24 വാർത്തയ്ക്ക് പിന്നാലെ നെടുമങ്ങാട് താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീലതയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സപ്ലൈകോ ക്വാളിറ്റി കൺട്രോളർ എത്തി അരിയുടെ സാമ്പിൾ എടുത്ത് പരിശോധിക്കും. നെടുമങ്ങാട് വാളിക്കോട് സ്വദേശി ഷാരൂഖ് ഖാന്റേതാണ് ഗോഡൌൺ. സവാള ഗോഡൌൺ എന്ന വ്യാജേനയാണ് സ്ഥാപനം നടത്തുന്നത്. കയറ്റിറക്ക് കൂലിയെ ചൊല്ലി ലോഡിംഗ് തൊഴിലാളികളുമായുള്ള തർക്കമാണ് ആരോപണങ്ങളുടെ പിന്നിലെന്നാണ് ഗോഡൌൺ ഉടമയുടെ വാദം. എന്നാൽ പഞ്ചായത്തിന്റെ അനുമതിയോ ലൈസൻസോ ഇല്ലാതെയാണ് ഗോഡൌൺ ഇതുവരെ അവിടെ പ്രവർത്തിച്ചത്. ഗോഡൌൺ ഉടമ ഷാരൂഖ് ഖാനെ പാലോട് പോലീസ് വിളിപ്പിച്ചെങ്കിലും ഹാജരായതുമില്ല. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമുക്കൊന്ന് ഇടുക്കിയിലേക്ക് പോകണം. അവിടെ ഒരു കുടുംബത്തിന്റെ ദുരിതം, അതാണ് നമ്മൾ ഇനി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വാഹനാപകടത്തിൽ ഇടുക്കി അണക്കരയിൽ 18-കാരൻ ഷാനറ്റിനും സുഹൃത്ത് അലനും ജീവൻ നഷ്ടമായത്. ഷാനറ്റിന്റെ സംസ്കാര ചടങ്ങിനെത്താൻ സാധിക്കാതെ കുവൈറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ് മാതാവ് ജിനു. ജിനു കഴിഞ്ഞ 1 മാസമായി കുവൈറ്റിലെ ജയിലിലാണ്. മലയാളി ഏജന്റ് ചതിച്ചതോടെയാണ് ജിനു ജയിലിലായത്. കേന്ദ്രമന്ത്രിമാരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. കുവൈറ്റിലേക്ക് കൊണ്ടുപോയ ഏജൻസിക്കാരുടെ ചതിയിലകപ്പെട്ട് ജയിലിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഷാനറ്റിന്റെ മാതാവ് ജിനു. മകന്റെ മരണവാർത്തയറിഞ്ഞ ആ അമ്മ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്. അവസാനമായി ഒരു നോക്ക് മകന്റെ മൃതശരീരം ഒന്ന് കാണണം. കഴിഞ്ഞ ചൊവ്വാഴ്ച ചെല്ലാർകോവിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് ഷാനറ്റും സുഹൃത്ത് അലനും മരിച്ചത്. മാതാവ് ജിനു നാട്ടിലെത്താത്തതിനാൽ ഷാനറ്റിന്റെ മൃതദേഹം സംസ്കരിച്ചിട്ടില്ല. 2.5 മാസം മുമ്പാണ് പത്തനംതിട്ടയിലുള്ള ഏജൻസി വഴി ജിനു കുവൈറ്റിൽ വീട്ടുജോലിക്ക് പോയത്. എന്നാൽ ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തുടരാൻ പറ്റാത്ത സ്ഥിതിയായി. വിവരം ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി ജിനുവിനെ തടങ്കലിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തിയതോടെ കോടതി നടപടികൾക്ക് ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇവിടുന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കണമെന്ന് പറഞ്ഞ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട് മൊത്തം നോക്കേണ്ട ഇതവസ്ഥയായി. അപ്പോൾ ആ വീട് മൊത്തം നോക്കാൻ പറ്റത്തില്ലാതെ 1 മാസം അവിടെ ജോലി ചെയ്തു. ഇവർ ശമ്പളം കൊടുത്തത് ഇവിടുന്ന് 40,000 രൂപ പറഞ്ഞാണ് പോയത്.
അവിടെ ചെന്നപ്പോൾ 27,000 രൂപയാണ് മൊത്തത്തിൽ കൊടുത്തത്. അങ്ങനെ അവിടുന്ന് അവിടെ ചാടിപ്പോയിട്ട് ഏജൻസി വന്നു. ഈ മലയാളി അസോസിയേഷൻ അതിനകത്ത് ബന്ധപ്പെട്ടു. പിന്നെ ഈ ഏജൻസി ഇന്ത്യൻ എംബസിയിലേക്ക് മാറ്റി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഡീൻ കുര്യാക്കോസ് എംപിയും ആന്റോ ആന്റണി എംപിയും കുവൈറ്റ് മലയാളി അസോസിയേഷനും ഇടപെട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ജിനുവിന് നാട്ടിലേക്ക് വരാൻ അവസരമൊരുക്കി. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം മോചനത്തിനുള്ള അന്തിമ ഉത്തരവിറങ്ങിയില്ല. ബുധനാഴ്ച വരെ ജിനുവിന് വേണ്ടി സംസ്കാര ചടങ്ങുകൾ നീട്ടിവെച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വിമാനം കയറിയ ആളാണ് ജിനു. ഏജൻസിക്കാർ വാഗ്ദാനം ചെയ്ത ശമ്പളമോ ജോലി ചെയ്യാനുള്ള സാഹചര്യമോ കിട്ടിയില്ല. ഏറ്റവും ഒടുവിൽ മകന്റെ ചേതനയേറ്റ ശരീരം കാണാൻ നാട്ടിലേക്ക് വരാൻ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ആ അമ്മ. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. എന്തായാലും ആ കുടുംബത്തിന് വലിയ സങ്കടമാണ്, വലിയ ദുഃഖം തന്നെയാണ്. ഇപ്പോഴും മൃതദേഹം സംസ്കരിക്കാൻ കഴിയുന്നില്ല. മാതാവിന് ജിനുവിന് നാട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതിൽ എന്തൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അതൊന്നും ഫലം കാണുന്നില്ല എന്നതാണ് വലിയ സങ്കടമാവുന്നത്. ഇനിയെങ്കിലും അതിലൊരു പരിഹാരം ഉണ്ടാകട്ടെ. അവിടുത്തുകാരൊക്കെ ശ്രമിക്കുന്നുണ്ട്, മലയാളി അസോസിയേഷനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾക്കൊരു ഫലം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കണ്ണൂരിലേക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂരിലെ ഈ വിഷയം, ഇനി പറയാൻ പോകുന്ന വിഷയം ഇങ്ങനെ ചർച്ചയാകുന്നുണ്ട്. കായലോട്ടെ യുവതിയുടെ ആത്മഹത്യയാണ് വിഷയം. ആ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. SDPI പ്രവർത്തകർ മർദ്ദിച്ചു എന്ന റഹീസിന്റെ പരാതിയിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മരിച്ച റസീനയുമായി സാമ്പത്തിക ഇടപാട് നടന്നുവെന്ന കുടുംബത്തിന്റെ ആരോപണം റഹീസ് തള്ളി. ഇതിനിടെ മതരാഷ്ട്രവാദമെന്ന SDPIയുടെ അടിസ്ഥാന ആശയമാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിൽ എന്ന് CPIM ആരോപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവതിയെയും ആൺസുഹൃത്തിനെയും SDPI പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതും മർദ്ദിക്കുന്നതും. SDPI ഓഫീസിൽ വെച്ചടക്കം വിചാരണ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. യുവതി ആത്മഹത്യ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 3 SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെയാണ് കുടുംബം ആൺസുഹൃത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ആത്മഹത്യ ചെയ്ത യുവതിയുടെ മാതാവ് നൽകിയ പരാതി തലശ്ശേരി ASP കിരണിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുകയാണ്. ഇതിനിടയിലാണ് യുവതിയുടെ ആൺസുഹൃത്ത് മയ്യിൽ സ്വദേശി റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും റഹീസ് യുവതിയിൽ നിന്ന് തട്ടിയെടുത്തെന്നും കുടുംബത്തിന്റെ പരാതിയിലുണ്ട്. 3.5 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട റഹീസ് യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. അടുത്ത സുഹൃത്തുക്കളെന്നും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടില്ലെന്നുമാണ് യുവാവിന്റെ മൊഴി. യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കവേ ഒരു സംഘം ആക്രമിച്ചെന്നും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നും റഹീസ് പോലീസിന് മൊഴി നൽകി. 3 മൊബൈൽ ഫോണുകൾ അക്രമി സംഘം പിടിച്ചെടുത്തെന്നും റഹീസിന്റെ പരാതിയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പറമ്പായി സ്വദേശികളായ ബഷീർ, റഫ്നാസ്, ഫൈസൽ, സുനീർ, സക്രിയ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. SDPI ഓഫീസിലേക്ക് ആരാണ് കൊണ്ടുപോയത്, ഇവിടെ എന്താണ് നടന്നത് തുടങ്ങി കൂടുതൽ വിവരങ്ങൾ റഹീസിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ചു. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിനപ്പുറം പ്രതികൾക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് കണ്ടെത്താനും യുവാവിന്റെ മൊഴി നിർണായകമാണ്. SDPIയുടേത് താലിബാന് സമാനമായ പ്രവർത്തനമാണെന്നും മതരാഷ്ട്രവാദമെന്ന ആശയമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നും CPIM. താലിബാന്റെ മതരാഷ്ട്രവാദികളുടെ അതേ പതിപ്പാണ് ഇവിടെ SDPI നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. SDPIക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് താലിബാന്റെ അഫ്ഗാനിസ്ഥാനല്ല. കേരളം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനമാണ്. പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് SDPI പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കേസിന്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. റഹീസിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ യുവതിയുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് വീണ്ടും മൊഴിയെടുക്കും. സംഭവത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പാറക്കൽ, 24 കണ്ണൂർ. ഇപ്പോൾ എത്തിക്കുന്ന ഒരു വാർത്തയിൽ നമ്മൾ കിടക്കുകയാണ്. ക്ഷേമ പെൻഷൻ നൽകിയില്ല എന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വിമർശനം വസ്തുതകൾ അന്വേഷിക്കാതെയുള്ളതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ.
ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴി ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ഇന്ന് ലഭിച്ചു. പെൻഷൻ വിതരണത്തിന്റെ നടപടിക്രമവും സാങ്കേതികത്വവും സണ്ണി ജോസഫിന് അറിയില്ല എന്നും ധനമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു വിഷയമാണ് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങി എന്നുള്ളത്. ഇപ്പോൾ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷവും അവിടെ അല്ലെങ്കിൽ ആ വിഷയം ഇങ്ങനെ രാഷ്ട്രീയമായി തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫിനുള്ള മറുപടി എന്നതിനപ്പുറം എന്താണ് ധനമന്ത്രി ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ 20 പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ ധനവകുപ്പും സർക്കാരും ഒക്കെ അറിയിച്ചിരുന്ന ഒരു കാര്യം. അതിനുശേഷം ഇക്കാര്യത്തിൽ ചില സാങ്കേതികമായിട്ടുള്ള വൈകൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഈ വാർത്താക്കുറിപ്പിൽ ധനമന്ത്രി വിശദീകരിക്കുന്ന കാര്യം. മാത്രമല്ല, ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു എന്നുള്ള കാര്യം കൂടി ഈ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 825.71 കോടി രൂപ വെള്ളിയാഴ്ച തന്നെ അനുവദിച്ചിരുന്നു. ഈ തുക ബാങ്കുകൾക്ക് കൈമാറി. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ഇന്ന് തന്നെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം വരും ദിവസങ്ങളിൽ പെൻഷൻ ലഭിക്കും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയ മറുപടികൾ കൂടി വാർത്താക്കുറിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ മാസം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിയില്ലെന്ന KPCC അധ്യക്ഷന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തുന്നു. വസ്തുത അന്വേഷിക്കാനോ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു, അതിലേക്കൊന്ന് കടക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേമത്തെ ഓഫീസിലേക്ക് BJPയുടെ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പോലീസുമായി വലിയ ഉന്തും ഒക്കെ അവിടെ നമുക്ക് കാണാം. ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് പുഷ്പാർച്ചന നടത്തിയിരുന്നു നേരത്തെ പ്രവർത്തകർ. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത് സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് അവിടെ തത്സമയം ചേരുന്നു. അലക്സ്, ഈ സംഘർഷത്തിലേക്ക് പോകാനിടയുടെ സാഹചര്യം എന്താണ്? വലിയ പോലീസ് സന്നാഹം ഉണ്ടല്ലോ അവിടെ. BJP പാപ്പനംകോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേമത്തെ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രകടനവും അവരുടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഫീസിന് മുന്നിൽ തന്നെ, അതായത് ഓഫീസിന്റെ വാതിൽക്കൽ തന്നെ ഒരു ഭാരതാംബയുടെ ചിത്രം BJP പ്രവർത്തകർ സ്ഥാപിച്ചു. അതിൽ പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട്. നേരത്തെ ഉദ്ഘാടനത്തിന് ശേഷം, അതായത് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് നേതാക്കൾ സംസാരിച്ചത് ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷമാണ് ഈ ഓഫീസിൽ കാവലൊരുക്കിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉന്തും തള്ളിലേക്കും ഈ പ്രവർത്തകർ കടന്നത്. നിലവിൽ പോലീസുമായി ഒരു ഫൈറ്റിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇന്ന് വി ശിവൻകുട്ടി കോഴിക്കോടാനുണ്ടായിരുന്നു. അവിടെ ABP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതും SFI പ്രവർത്തകരും ABP പ്രവർത്തകരും നട റോഡിൽ ഏറ്റുമുട്ടിയതും ഒക്കെ കണ്ടതാണ്. ഈ സമരം തെരുവിലേക്ക് എത്തുന്നു. BJP പ്രവർത്തകർ ഈ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട സമരം അത് ഏറ്റെടുത്തിരിക്കുന്നത് തെരുവിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. MLA ഓഫീസാണ്. MLA ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടായത്. ആ പ്രവർത്തകരും പോലീസും തമ്മിൽ കാര്യമായ ഉന്തും തള്ളലും ഉണ്ട്. പ്രായമുള്ള പ്രവർത്തകരുണ്ട്. അതിൽ ഒരു പ്രായമായ പ്രവർത്തകർ നിലത്ത് വീണതുമായി ബന്ധപ്പെട്ടതായി ഇപ്പോൾ പോലീസുമായി കാര്യമായി തന്നെ ഉന്തും തള്ളും. പ്രവർത്തകർ ആ തരത്തിൽ തന്നെ പ്രതിഷേധിക്കുന്നു. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിനോട് കയർക്കുന്ന സമീപനമുണ്ട്. പോലീസും തിരിച്ച് ആ തരത്തിൽ തന്നെ, അതായത് ഒരു ലാത്തി ചാർജിലേക്കൊന്നും നീങ്ങിയില്ലെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉന്തും തള്ളും വാക്കേറ്റവും പോലീസിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും സൂക്ഷിക്കേണ്ടത്, കരുതിയിരിക്കേണ്ട ഒരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാവലൊരുക്കിയിരിക്കുന്നതിന് തൊട്ട് പിന്നിൽ CPM പ്രവർത്തകർ കൂടി തമ്പടിച്ചിരിക്കുന്നു. അവരും അകത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെന്നുള്ളതാണ്. അകത്ത് CPM പ്രവർത്തകർ കൂടിയുണ്ട്. പോലീസ് ഇതിൽ കാര്യക്ഷമമായി ഇടപെട്ടില്ല എങ്കിൽ അതൊരു പക്ഷേ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യവും തർക്കമില്ല. അതായത് ഇപ്പോൾ കാണുന്നത് റോഡ് ഉപരോധിക്കുകയാണ് BJP പ്രവർത്തകർ. ഈ പ്രധാനപ്പെട്ട റോഡാണിത്. ഈ തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിക്കരയിലേക്കും ഒപ്പം കളിയിക്കാവിളയിലേക്കും പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ആ പാത BJP പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു. ഈ സംഘർഷത്തിൽ പ്രതിഷേധം അല്ലെങ്കിൽ പോലീസുമായുള്ള വാക്കേറ്റത്തിലും ഉന്തും തള്ളലും പ്രതിഷേധിച്ചാണ് ഈ റോഡ് ഉപരോധം. അകത്ത് കാണാൻ നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ഈ ഓഫീസിനകത്ത് തമ്പടിച്ച CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവർ BJP പ്രവർത്തകർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പോലീസ് ഇതിൽ കൃത്യമായി ഇടപെട്ടില്ല എങ്കിൽ അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങും. നമ്മൾ നേരത്തെ കണ്ടത് ABVP SFI ഏറ്റുമുട്ടലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് അത് ഒരുപക്ഷെ കളി മാറും. അങ്ങനെയെങ്കിൽ അത് CPM BJP തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം പോലീസിനെ ഈ മേഖലയിൽ നിയോഗിച്ചിട്ടുള്ളത്. വലിയ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അവരുടെ മുദ്രാവാക്യം വിളി ഉയർന്നത്. ഈ സമരം അവർ
കാര്യമായി ഏറ്റെടുക്കുന്നു എന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഭരണഘടനയെ പറ്റി പറയാൻ മന്ത്രി വി ശിവൻകുട്ടിക്ക് എന്ത് അധികാരമെന്നാണ് BJP നേതാക്കൾ ചോദിക്കുന്നത്. അദ്ദേഹം മുമ്പ് നിയമസഭയിൽ കാട്ടിക്കൂട്ടിയതൊക്കെ കണ്ടില്ല. അദ്ദേഹമാണോ ഈ ഭരണഘടനയെ പറ്റി പറയുന്നതെന്ന വിമർശനം അവർ ഉന്നയിക്കുന്നു. പക്ഷേ തിരിച്ച് CPM പ്രവർത്തകർ പറഞ്ഞു ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള പ്രവർത്തനവുമായി മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് പോകും, അതിനെല്ലാ പിന്തുണയും അർപ്പിക്കുന്നു. അത് മാത്രമല്ല രാജ്ഭവൻ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന മന്ത്രിയുടെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു CPM. തൊട്ടപ്പുറത്ത് CPMന്റെ മുദ്രാവാക്യം വിളി ഉയരുന്നുണ്ട്. കാര്യമായി തന്നെ വലിയ പ്രതിഷേധം BJP പ്രവർത്തകർ അറിയിക്കുന്നുണ്ട്. നേതാക്കളടക്കം പോലീസിനോട് ആ വിവരം പറയുന്നുണ്ട്. അത് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അവരവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. നേരത്തെ സമാധാനപരമായി ഇവിടേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തി പുഷ്പാർച്ചന നടത്തി പിരിഞ്ഞു പോകുമെന്നാണ് ഈ BJP പോലീസിനോട് അറിയിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് പ്രവർത്തകർ ഉദ്ഘാടനത്തിന് ശേഷം പാർട്ടി ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നത്. തുടർന്ന് പോലീസ് ഇടപെടുന്നത്. പോലീസ് അവരെ തടഞ്ഞു. പോലീസ് തടഞ്ഞതിലും അവർ നിൽക്കാതെ വീണ്ടും പ്രതിഷേധവുമായി മുന്നോട്ട് വരവെയാണ് അതൊരു വാക്കേറ്റത്തിലേക്കും ഉന്തും തള്ളലിലേക്കും ഒക്കെ കലാശിച്ചത്. തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MLA ഓഫീസിനുള്ളിൽ CPM പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഈ ഒരു സംഘർഷം ഒഴിവാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഒപ്പം ഈ ഗതാഗതം നിയന്ത്രിക്കണം. വൈകുന്നേര സമയമാണ്. സ്വാഭാവികമായി വലിയ രീതിയിൽ വാഹന ഗതാഗതം പെരുപ്പവുമുള്ള ഒരു പ്രദേശമാണിത്. അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അതും ഒരു വിഷയത്തിലേക്ക് മാറും. അത് പോലീസിന് നല്ല പണിയുണ്ട് ഇവിടെ. അതായത് കഷ്ടപ്പെട്ട് തന്നെ പോലീസ് ഈ കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ഗതാഗതം നോക്കേണ്ടിയിരിക്കുന്നു. ഒരു സംഘർഷം ഒഴിവാക്കാൻ പോലീസ് ഇടപെടേണ്ടിയിരിക്കുന്നു. ഒപ്പം CPM പ്രവർത്തകരെ അവരകത്താണെങ്കിൽ പോലും അവർ പുറത്തു വരാതെ അവരെ നോക്കേണ്ടതുണ്ട്. ഒപ്പം BJP പ്രവർത്തകരെ, അവർ ഈ മുദ്രാവാക്യം വിളിക്കുന്ന BJP പ്രവർത്തകരെ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ നിന്ന് മാറി ഈ ഓഫീസിന് മുന്നിലേക്ക് അവർ സ്ഥാപിച്ച ഭാരതാംബയുടെ ചിത്രത്തിനടുത്തേക്ക് വന്ന പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുന്നതാണ് ഈ കാണുന്നത്. പ്രജന, ഈ അടുത്ത ദിവസങ്ങളിലും ഈ ഭാരതാംബ ചിത്ര വിവാദം, ഒപ്പം മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ BJP യുവമോർച്ച സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം അത് അങ്ങനെ തന്നെ തുടരും. അത് ആളിക്കത്തും എന്നുള്ളതിന്റെ സൂചനകളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് പാപ്പനംകോട്ടെ വി ശിവൻകുട്ടിയുടെ MLA ഓഫീസിന് മുന്നിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. പ്രജിൻ. യെസ്, അലക്സ് തുടരുക. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി അവിടെ പ്രവർത്തകർ, BJP പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. 2 വിൻഡോകളിൽ പ്രേക്ഷകർക്ക് കാണാം. അല്പസമയം മുൻപ് നടന്ന അവിടുത്തെ സംഘർഷം അത് ഇടതുഭാഗത്തെ വിൻഡോയിൽ പ്രേക്ഷകർക്ക് കാണാം. അവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ടെങ്കിലും അതിനെ ഭേദിച്ച് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് ആ രീതിയിലൊരു സംഘർഷത്തിന് നേരത്തെ കാരണമായത്. ഇപ്പോൾ അല്പം സമാധാനപരമായി ഈ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ അവിടെ തുടരുന്നുണ്ട്. പക്ഷേ വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ടെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാരണം ഇപ്പോൾ വലതുഭാഗത്തെ കാണാവുന്ന രീതിയിൽ ഈ ഓഫീസിന് അകത്തുള്ള CPIM പ്രവർത്തകർ അവിടെ കുറച്ചുപേരെ ഉള്ളുവെങ്കിൽ കൂടി അവരവിടെ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അങ്ങനെ നേർക്കുനേർ മുദ്രാവാക്യം വിളിക്കുകയാണ് CPIM പ്രവർത്തകരും BJP പ്രവർത്തകരും. അതുകൊണ്ട് തന്നെയാണ് വലിയ സുരക്ഷാ സന്നാഹം അവിടെ ഇപ്പോൾ പോലീസ് ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. അലക്സ് തുടരുന്നുണ്ട്. അലക്സ്, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ സ്ഥലത്തില്ല. കോഴിക്കോട് ആണ് ഇന്ന് അദ്ദേഹത്തിന് ചടങ്ങുകളൊക്കെ ഉണ്ടായത്. അവിടെയുമൊക്കെ ഈ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ ഓഫീസിനകത്ത് ഓഫീസ് ജീവനക്കാർ മാത്രമാണോ, അല്ല മേഖലയിലെ ഈ നിയമത്തൊക്കെയുള്ള CPM പ്രാദേശിക പ്രവർത്തകരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? BJP നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു പ്രതിഷേധമായിരുന്നു ഇത്. പ്രചനം നിസ്സംശയം പറയാം. അതായത് ഈ MLA ഓഫീസിനുള്ളിൽ ഓഫീസിലെ പ്രവർത്തകർ ജീവനക്കാർ മാത്രമല്ല, CPM പ്രവർത്തകരുണ്ട്. ഈ പ്രദേശത്തെ CPM പ്രവർത്തകരുമുണ്ട്. CPM മന്ത്രിക്ക് പിന്തുണ നൽകും, അല്ലെങ്കിൽ മന്ത്രിക്ക് സുരക്ഷാ കവചം ഒരുക്കും പാർട്ടി എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ അർത്ഥത്തിൽ തന്നെ CPM പ്രവർത്തകർ അത് ഏറ്റെടുത്ത് അകത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. പ്രതിഷേധ മുദ്രാവാക്യം CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടില്ല എങ്കിൽ അവർ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു വലിയ ഫ്ലെക്സ് അത് അവിടെ നിന്ന് CPM പ്രവർത്തകർ എടുത്ത് ഉയർത്തി കാണിക്കും. അഭിലാഷ്, ആ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു ഫ്ലെക്സ് അവിടെ നിന്ന് CPM പ്രവർത്തകർ ഉയർത്തിക്കാട്ടിയതിന് നേർക്കാണ് BJP പ്രവർത്തകർ ഈ കൂക്കി വിളിക്കുന്നത്. ഒരു ഫ്ലെക്സ് അവിടെ നിന്ന് ഒരു വലിയൊരു ഫ്ലെക്സ്, അത് ഒരു വർഗീയവാദികൾക്ക് മുന്നിലും കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നിയമത്തിന്റെ വികസന നായകൻ, കേരളത്തിന്റെ അഭിമാനം വി ശിവൻകുട്ടിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ആ വലിയ ഫ്ലെക്സ്. അതൊരു കട്ടൗട്ട് മാതിരിയുള്ള ഒരു വലിയ ഫ്ലെക്സ് ആണ്. ആ ഫ്ലെക്സ് അവിടെ നിന്ന് CPM പ്രവർത്തകർ ഉയർത്തിക്കാട്ടി അവർ പ്രതിരോധം തീർക്കുന്നു. BJP പ്രവർത്തകർ ഇവിടെ നിന്ന് കൂകി വിളിക്കുന്നു. BJP പ്രവർത്തകരും പ്രകോപിതരാണ്. ഈ ഫ്ലെക്സ് എടുത്ത് മാറ്റാൻ BJP പ്രവർത്തകർ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, കൂക്കി വിളിക്കുന്നുണ്ട്, പോലീസിനോട് കയർക്കുന്നുണ്ട്. അത്തരത്തിൽ CPM പ്രവർത്തകരും BJP പ്രവർത്തകരും പോലീസിന്റെ ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവും നിന്ന് ഒരു പ്രൊവോക്കേഷൻ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത്. അത് വിട്ടുകൊടുക്കാൻ CPM പ്രവർത്തകരും തയ്യാറല്ല. പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ BJP പ്രവർത്തകരും തയ്യാറല്ല. ഈ കാണുന്നത് ചില BJP പ്രവർത്തകർ അവർ
രോഷം പോലീസിനോട് പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രകോപിതരാകാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഭാരതാംബയുടെ ഈ ചിത്രം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില അവിടെ തന്നെ ഇരിക്കണം, അതായത് ഈ പാപ്പരക്കോട് കൗൺസിലർ ആശാനാണ് കാണുന്ന ദൃശ്യങ്ങളിലുള്ളത്. അവർ പറയുന്നത് ആ ഫ്ലെക്സ് ഇത് അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല, അതായത് ഭാരതാംബയുടെ ആ ചിത്രം അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്, പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ തന്നെ ആ ചിത്രം എടുത്ത് മാറ്റുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. അവർ തന്നെ ആ ചിത്രം, ഭാരതാംബയുടെ ആ ചിത്രം അവർ തന്നെ BJP പ്രവർത്തകർ കൊണ്ട് സ്ഥാപിച്ച ആ ചിത്രം അവർ തന്നെ കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. കാരണം അത് CPM MLA-യുടെ, അതായത് വി ശിവൻകുട്ടിയുടെ MLA ഓഫീസിന് മുന്നിലാണ്. സ്വാഭാവികമായി അതിവിടെ വെച്ചിട്ട് പോയാൽ അതിവിടെ ഇരിക്കില്ല എന്നുള്ള കാര്യം BJP പ്രവർത്തകർക്ക് പറയും. അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വീണ്ടും ഉടലെടുക്കുന്നു. ആ തരത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസുകാരുടെ ഒരു മതിലുണ്ട്, പോലീസുകാരുടെ ഒരു സുരക്ഷാ പോലീസ്. അതാ അവിടെ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഉയർത്തി തിരിച്ചു കാണിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെ ചിത്രം, ഇത് അകത്ത് നിന്ന് വി ശിവൻകുട്ടിയുടെ ചിത്രം CPM പ്രവർത്തകർ ഉയർത്തി കാണിച്ച് മുദ്രാവാക്യം വിളിച്ചെങ്കിൽ പുറത്തു നിന്ന് ഭാരതാംബയുടെ ചിത്രം ഉയർത്തിക്കാട്ടി BJP പ്രവർത്തകരും മുദ്രാവാക്യം വിളിക്കുന്നു. സ്വാഭാവികമായി ഇവിടെ നിന്നുണ്ടായതുപോലെ തന്നെ അകത്തുനിന്ന് CPM പ്രവർത്തകർ കൂക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സംഘർഷാന്തരീക്ഷം നിലനിന്നിരുന്നു പ്രജിൻ. പക്ഷേ പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഇത് മുൻകൂട്ടി കണ്ട്, ഈ ഒരു സംഘർഷ സാഹചര്യം മുൻകൂട്ടി കൊണ്ട് ആവശ്യത്തിന് പോലീസ് സേനയെ ഇവിടെ വിന്യസിച്ചിരുന്നതിനാൽ അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കാതെ അത് ഈ സമയം വരെ ഒഴിവായി പോയിട്ടുണ്ട്. ഇനിയുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവാണ്. CPM-ഉം BJP-യും ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിഷയമുണ്ടായാൽ അതിൽ ഇടപെടുന്നത് വളരെ അങ്ങേയറ്റം സെൻസിറ്റീവായാണ്. അതിലൊരു ഇടപെടൽ ഉണ്ടാക്കുക എന്നുള്ളത് ഈ നേതൃത്വങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം സംശയമില്ല. സ്വാഭാവികമായി ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ്, അതായത് റോഡിലേക്ക് മാറുന്നതാണ്. BJP പ്രവർത്തകർ റോഡിലേക്ക് മാറുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. CPM പ്രവർത്തകരകത്ത് നിന്ന് മന്ത്രിയുടെ ഫ്ലെക്സ് കട്ടൗട്ട് ഉയർത്തി കാണിക്കുന്നത് ഇപ്പോഴും തുടരുന്നു. BJP പ്രവർത്തകർ അങ്ങേറ്റം രോഷാകുലരായി അവർ അതിനു നേരെ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു, അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നു, മുദ്രാവാക്യം ഉയർത്തുന്നു. ഈ സമരം അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കില്ല പ്രജിൻ. അവർ പ്രതിഷേധ പ്രകടനവുമായി തിരിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. BJP പ്രവർത്തകർ അവരുടെ പ്രതിഷേധ പ്രകടനവുമായി ഭാരതാംബയുടെ ചിത്രം ഉയർത്തിക്കാട്ടി അവർ MLA ഓഫീസിന് മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്നു. പോലീസിന്റെ ഒരു വലിയ പട അവരെ അനുഗമിക്കുന്നുണ്ട്. എന്താണെങ്കിലും അതങ്ങനെ ആ പ്രകടനമായത് അത് ഈ പ്രതിഷേധ പ്രകടനം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ അകത്തുനിന്ന് ആ പ്രവർത്തകർ ഇപ്പോഴും CPM പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു വിഷയം, അത് പെട്ടെന്ന് തന്നെ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. ഇപ്പോഴും അതേ വിഷയത്തിൽ തന്നെ അസാധാരണമായ സംഭവങ്ങൾ സംസ്ഥാന തലസ്ഥാനത്തുണ്ടാകുന്നു എന്നുള്ളതാണ്. നേമത്ത് ഈ രീതിയിൽ രണ്ടു കൂട്ടർ BJP-യും CPM-ഉം നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥിതി, അതിൽ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ കട്ടൗട്ട്, മറുഭാഗത്ത് നിന്ന് ഭാരതാംബയുടെ കട്ടൗട്ട് ഉയർത്തുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇതുവരെ മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഈ വിഷയം അത് കൂടുതൽ രൂക്ഷമാകും എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്ന് ഏറെക്കുറെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുകയാണ്. അതിപ്പോൾ ഈ രീതിയിൽ BJP-യുടെ പ്രതിഷേധ പ്രകടനമായി തന്നെ ഈ ഭാരതാംബയുടെ ചിത്രം ഏന്തിക്കൊണ്ട് തന്നെ അത് നടന്നു നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ പോലീസ് ഇവർക്ക് പിറകിലായി ഇപ്പോഴുണ്ടോ അലക്സ്? പോലീസിന്റെ വലിയ പട പ്രവർത്തകർക്ക് പിന്നിലുണ്ട്. പോലീസിന്റെ വലിയ പട തന്നെ പ്രവർത്തകരെ ഈ പ്രകടനവുമായി പോകുന്ന പ്രവർത്തകരെ അനുഗമിക്കുന്നുണ്ട്. വലിയ ബ്ലോക്ക് പ്രദേശത്തുണ്ടായിരുന്ന സ്ഥലത്തുണ്ട്. ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട റോഡാണിത്. വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പുറകിൽ നിന്ന് വലിയ രീതിയിൽ വാഹനങ്ങൾ വരുന്നുണ്ട്. വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നുണ്ട്. അതല്ലാതെ തന്നെ പോലീസിന്റെ വലിയൊരു പട ഈ പ്രതിഷേധ പ്രകടനത്തെ അനുഗമിക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നേമം എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ഏരിയയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. അതൊരു BJP-യും CPM-നെ സംബന്ധിച്ച് തൊട്ടാൽ പൊട്ടുന്ന ഒരിടമാണ്. അത് ആ തരത്തിൽ അതിനെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മൾ ഈ കോഴിക്കോട് കണ്ടതുപോലെയൊന്നും ആയിരിക്കില്ല. ആ തരത്തിൽ ആ സംഘർഷം വളരെതാണ്. നേരത്തെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. ഞാൻ തിരികെ എത്താം. എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അത് എനിക്ക് തോന്നുന്നു ആ ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധം അവസാനിപ്പിച്ച് മാറിപ്പോവുകയാണ് അവിടുത്തെ BJP പ്രവർത്തകർ തോന്നുന്നു. എങ്കിലും നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPM പ്രവർത്തകർ അവിടെ ഇപ്പോഴും നേമത്ത് വി ശിവൻകുട്ടിയുടെ MLA ഓഫീസിന് മുന്നിൽ തന്നെ തുടരുന്നുമുണ്ട്. തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ് ബ്രേക്ക്. പൊതുജനം കഴുതലെ സാർ എന്ന പരിപാടി ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. മതിയായ ഇന്ധനമില്ലാത്തതിനെ തുടർന്ന് ഇൻഡിഗോ വിമാനം ബംഗളൂരുവിൽ അടിയന്തരമായി നിലത്തിറക്കിയ സംഭവത്തിൽ പൈലറ്റിനെതിരെ നടപടി. പൈലറ്റിനെയും സഹ പൈലറ്റിനെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. 2 ദിവസം മുൻപാണ് ഗുവാഹത്തി ചെന്നൈ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഇത് ഗുരുതരമായ കുറ്റമാണ് എന്നത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ഈ പൈലറ്റിനെതിരെ നടപടി വന്നിരിക്കുന്നത്. എന്താണ് ഇതിൽ മറ്റ് വിശദീകരണമായി പറയുന്നത്?
പ്രജിൻ, അതീവ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോടുകൂടി ചെന്നൈയിൽ ഉണ്ടായത്. അതായത് 6E6764 ഇൻഡിഗോ വിമാനം. ഇത് ചെന്നൈയിൽ നിന്ന് ഗുവാഹത്തിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വിമാനമാണ്. ഈ വിമാനം ചെന്നൈയിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ പെർമിഷൻ ലഭിച്ചിരുന്നില്ല. അങ്ങനെ അല്പസമയം വിമാനം വായുവിൽ നിന്നതിന് ശേഷം പിന്നീട് ഒരു ബാൾക്കഡ് ലാൻഡിംഗ് നടത്തുകയുണ്ടായി. അതായത് ലാൻഡിംഗ് ഗിയർ ടച്ച് ചെയ്ത് പിന്നീട് തിരിച്ചു പറക്കുകയാണ് ചെയ്തത് ചെന്നൈയിൽ വെച്ച്. ശേഷം വിമാനം കുറെ സമയം ഇങ്ങനെ നിന്നതിന് ശേഷം വിമാനത്തിൽ മതിയായ ഇന്ധനമില്ല എന്ന് പൈലറ്റുമാർ അറിയിച്ചതിനെ തുടർന്നാണ് ബംഗളൂരുവിൽ ഈ വിമാനം നിർത്തേണ്ടി വന്നത്. ഈ യാത്രക്കിടയിൽ പല യാത്രക്കാർക്കും ബുദ്ധിമുട്ടുകൾ നേരിട്ടെന്നും പല സമയത്തും വിമാനം ഒരു നിയന്ത്രണം ഇല്ലാത്ത തരത്തിൽ നിയന്ത്രണം വിട്ട് യാത്രക്കാർ പലരും സീറ്റുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടായി എന്നൊക്കെയും പറയപ്പെടുന്നുണ്ട്. അല്പസമയം മുൻപ് ഇന്ന് വൈകിട്ടോടുകൂടി ഇതിലൊരു നടപടി വന്നതിന് ശേഷമാണ് ഈ വിവരം വലിയ ചർച്ചയാകുന്നത്, ഈ സംഭവം തന്നെ ചർച്ചയാകുന്നത്. അങ്ങനെ വിമാനത്തിലെ പൈലറ്റിനും ഒപ്പം തന്നെ സഹ പൈലറ്റിനെ ഇപ്പോൾ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. 7:45 ചെന്നൈയിൽ എത്തേണ്ട വിമാനമാണിത്. അപ്പോൾ ആ സമയമായപ്പോൾ വിമാനം ചെന്നൈയിലേക്ക് എത്തി. പക്ഷെ അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഇത്തരത്തിലൊരു ബാൾക്കട്ട് ലാൻഡിംഗ് നടത്തുകയും വിമാനം തിരികെ പോവുകയും ചെയ്തത്. പിന്നീടാണ് ഇന്ധനമില്ലാത്ത തരത്തിലേക്ക് ഒരു അത്യധികം പാനിക് ഉണ്ടാക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. അതിനുശേഷം എന്തായാലും ഈ ബംഗളൂരുവിൽ വിമാനം നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 168 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതൊരു ഔട്ട് ഓഫ് കൺട്രോൾ സിറ്റുവേഷൻ ആണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും വലിയ വിമർശനമാണ് ഇപ്പോൾ ഇൻഡിഗോയ്ക്കെതിരെ ഉയരുകയും ചെയ്യുന്നത്. പ്രജിൻ, ശരി. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളത്ത് നിന്ന് മധുരയിലേക്ക് നാളെ വൺ വേ സ്പെഷ്യൽ ട്രെയിൻ. ഉച്ചയ്ക്ക് ശേഷം 3:10 ട്രെയിൻ പുറപ്പെടുക. കോട്ടയം വഴി പോകുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ, നാഗർകോവിൽ, തിരുനെൽവേലി വഴിയാണ് മധുരയിലേക്ക് എത്തുക. അലക്സ് റാം മുഹമ്മദ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്തും ചേരുകയാണ്. അലക്സ്, ഈ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഈ രീതിയിൽ അല്ലെങ്കിൽ വൺ വേ ട്രെയിൻ അനുവദിക്കാനുള്ള സാഹചര്യം എന്താണ്? പ്രജന, ഈ തീർത്ഥാടന സൗകര്യമൊക്കെ പരിഗണിച്ച് ഈ ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. യാത്രക്കാരുടെ ആവശ്യപ്രകാരമാണ് സ്പെഷ്യൽ സർവീസ് എന്ന് ദക്ഷിണ റെയിൽവേ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് മധുരയിലേക്കാണ് നാളെ വൺ വേ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3:10 എറണാകുളം സൗത്തിൽ നിന്ന് ഈ ട്രെയിൻ പുറപ്പെടുക. കോട്ടയം വഴിയാണ് ട്രെയിൻ പോകുന്നത്. കോട്ടയം, തിരുവനന്തപുരം സെൻട്രൽ, നാഗർകോവിൽ, തിരുനെൽവേലി വഴി മധുരയിലേക്ക് എത്തും. 3:10 പുറപ്പെടുന്ന ട്രെയിൻ, ഉച്ചയ്ക്ക് ശേഷം 3:10 പുറപ്പെടുന്ന ട്രെയിൻ പുലർച്ചെ 2:30 മധുരയിൽ എത്തും. ട്രെയിൻ നമ്പർ 0616 എന്ന ട്രെയിൻ നമ്പറിലെ ട്രെയിനാണ് ഈ സ്പെഷ്യൽ അനുവദിച്ചത്. അലക്സ് റാംഹുദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. 24-നും ഹാഷ്മി താജ് ഇബ്രാഹിമിനും നന്ദി പറഞ്ഞ് ഡെനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ താൻ സുരക്ഷിതനാണെന്നും നന്ദി അറിയിക്കുന്നുവെന്നുമുള്ള സന്ദേശം ഫേസ്ബുക്കിലൂടെയാണ് ഷെയ്ഖ് ഹസൻ പങ്കുവച്ചത്. 24 ഇടപെടലാണ് രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടിയതെന്നും വീഡിയോ സന്ദേശത്തിൽ ഷെയ്ഖ് ഹസൻ പറയുന്നു. കഴിഞ്ഞ ബുധനാഴ്ച 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഫോണിലെത്തിയ ഈ സന്ദേശമാണ് പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസന്റെ രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടിയത്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഡെനാലി പർവ്വതത്തിൽ കുടുങ്ങിയെന്നും ഭക്ഷണവും വെള്ളവും കുറവാണെന്നും ദൈവത്തിന് മാത്രമേ രക്ഷിക്കാനാകൂ എന്നുമായിരുന്നു ആ സന്ദേശം. സന്ദേശം ലഭിച്ചുടൻ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലൂടെ 24 ഷെയ്ഖ് ഹസന്റെ അവസ്ഥ പുറത്തുവിട്ടു. മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ അദ്ദേഹം നോർത്ത് അമേരിക്കയിലെ ഡെനാലി പർവ്വതത്തിൽ കുടുങ്ങിപ്പോയി. 17,000 അടി ഉയരത്തിലാണ് ഇന്ത്യൻ പതാക നാട്ടാനുള്ള ശ്രമത്തിൽ അവിടെ കുടുങ്ങിപ്പോയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം വിജയകരമായി പങ്കെടുത്തതിൻ്റെ ആദരസൂചകമായി ഒരു പതാക ഈ കൊടുമുടിയിൽ നാട്ടാൻ പോയ ദൗത്യത്തിനിടയിലാണ് അദ്ദേഹം അവിടെ പെട്ടുപോയത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും ഷെയ്ഖ് ഹസന്റെ മോചനത്തിനായി വിവിധ തലത്തിൽ ഇടപെട്ടു. പിന്നാലെ മുഖ്യമന്ത്രി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചു. ശേഷം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർണായക ഇടപെടൽ. മണിക്കൂറുകൾക്കകം ഷെയ്ഖ് ഹസനെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയെയും ബേസ് ക്യാമ്പിലെത്തിച്ചെന്ന USA-യിലെ അലാസ്ക ഗവർണറുടെ ഓഫീസിൽ നിന്ന് സന്ദേശവുമെത്തി. 24ന്റെ ഈ ഇടപെടലിനാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയ്ഖ് ഹസൻ നന്ദി അറിയിച്ചത്. ഡെനാലിക്ക് ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4, ക്യാമ്പ് 5 അങ്ങനത്തെ 5 ക്യാമ്പുണ്ട്. ക്യാമ്പ് 5 സമ്മിറ്റ് ക്യാമ്പാണ്. ക്യാമ്പ് 5 സമ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്ന് അപ്പം തുടങ്ങിയ കാറ്റാണ്. ആ കാറ്റ് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കാൻ തുടങ്ങി. ഏകദേശം 20 to 25 മൈൽസ് പെർ അവറിലാണ് ഇവിടെ കാറ്റടിക്കുന്നത്.
30 പേരെ വിളിച്ചിട്ട് ഒരു മനുഷ്യനെടുത്തില്ല. അവസാനം നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ ഞാൻ വിളിച്ചു. അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. ഇത് അദ്ദേഹം വാർത്തയായിട്ട് കൊടുക്കുകയും 1-2 ദിവസം കൊണ്ട് ഭയങ്കര ചേഞ്ചസ്. താഴെ വരുന്നവരെ മിസ്റ്റർ ഖാൻ്റെ പാർട്ടിയല്ല എന്ന് ചോദിച്ചിട്ട് എല്ലാ റേഞ്ചർമാരും വന്ന് നമ്മളെ കണ്ടു. നമ്മുടെ രാജ്യത്തിൻ്റെ പവർ സത്യത്തിലേക്ക് മനസ്സിലായി. ലോകത്തിലെ പ്രശസ്തമായ 6 കൊടുമുടികൾ ഷെയ്ഖ് ഹസൻ ഖാൻ കീഴടക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക് പെട്ടെന്ന് കടക്കുകയാണ്. തിരുവനന്തപുരത്ത് യുവതിയെ അടിച്ചുകൊന്നു എന്നൊരു വാർത്ത വരുന്നു. സംഭവം തിരുവനന്തപുരം മണ്ണന്തലയിലാണ്. കൊല്ലപ്പെട്ടത് പോത്തൻകോട് സ്വദേശി ഷഹീന, 31 വയസ്സാണ്. സഹോദരൻ സംഷാദ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ അതിന്റെ കൂടുതൽ വിവരങ്ങൾ തരും. ഷഫീദ്, എന്താണ് സംഭവം? യുവതിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നാണോ, അതും സഹോദരൻ? നിലവിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അത് തിരുവനന്തപുരത്ത് യുവതിയെ അടിച്ചു കൊന്നു എന്നുള്ളതാണ്. പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള 31 വയസ്സുകാരി ഷഹീനയാണ് കൊല്ലപ്പെട്ടത്. ഇവർ മണ്ണന്തലയിലെ അവരൊരു സ്വകാര്യ ബാങ്കിന്റെ പിൻവശത്തൊരു വീട്ടിലായിരുന്നു താമസിച്ച് വന്നത് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരൻ സംഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റൊരാൾ കൂടി ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ യുവതി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ യുവതിയെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരെ മാറ്റി എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം മണ്ണന്തല എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള ഷഹീന കൊല്ലപ്പെട്ടത്. ഈ സഹോദരൻ സംഷാദ് ഇയാളെ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അല്പസമയം മുൻപാണ് ഈ സംഭവം പുറത്തേക്ക് അറിഞ്ഞത്. അതിന് പിന്നാലെ പോലീസ് വളരെ പെട്ടെന്ന് ഇടപെടുകയായിരുന്നു. മണ്ണന്തല പോലീസ് ഈ സംഭവത്തിൽ മണ്ണന്തല SHO അടക്കമുള്ള ആളുകൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഇതിനോടകം എത്തി പരിശോധനാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത അതിന് വരേണ്ടതായിട്ടുണ്ട്. ഇയാൾക്കൊപ്പം സംഷാദിനൊപ്പം ആ വീട്ടിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പോലീസിന് ലഭിക്കുന്നുണ്ട്. പോലീസ് അതടക്കം കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് വളരെ സെൻസേഷണൽ ആയിട്ടുള്ള മറ്റൊരു കൊലപാതക വിവരം അത് പുറത്തു വരികയാണ്. ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ്. 31 വയസ്സുകാരി ഷഹീനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പോത്തൻകോട് സ്വദേശി എന്നുള്ള ഒരൊറ്റ വിവരം മാത്രമാണ്. പ്രജിൻ, ഷഫീദ്, എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തയാണിത്. എന്താണ് ഇത്? വീട്ടിൽ വെച്ചാണോ ഈ സംഭവം ഉണ്ടായത്? അത്തരം വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്? സഹോദരനാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്, കൊലയാളി സഹോദരനാണെന്ന് മനസ്സിലാക്കുന്നു. സംഷാദ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ മാത്രമുള്ള പക അല്ലെങ്കിൽ കാരണം എന്താണെന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഇവർ ആർക്കൊപ്പമാണ് ഇവർ താമസിച്ചത്? കുടുംബാംഗങ്ങൾ മറ്റാരും ഇല്ലാത്ത സമയത്താണോ ഈ സംഭവങ്ങളൊക്കെ നടന്നത്? അത്തരം എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഷഫീദ്? ഇപ്പോൾ പോലീസ് നമുക്ക് കൈമാറിയിരിക്കുന്ന വിവരങ്ങൾ, അതിൽ കുറച്ചുകൂടി വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ മണ്ണന്തല മുക്കോലക്കൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ പിൻവശത്തൊരു വീട്, ആ വീട്ടിലായിരുന്നു ഇവരുടെ ഈ കൊലപാതകം നടന്നത് എന്നുള്ള വിവരം പോലീസ് പറയുന്നുണ്ട്. ഇതിനൊരു തിരുത്തുകൂടി ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ ഷഫീനയുടെ പ്രായം 33 വയസ്സ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു വിവരം തൊട്ടടുത്ത നാട്ടുകാരടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഈ വിവരം പെട്ടെന്ന് തന്നെ പോലീസിലേക്ക് എത്തുകയും പോലീസ് സംഭവ സ്ഥലത്തേക്ക് അല്പസമയം മുൻപ് എത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഷംസാദിനെ നിലവിൽ ഇപ്പോൾ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് കൊലപാതക കാരണം, എങ്ങനെ ഈ കൊലപാതകം നടന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ യുവതിയുടെ മരണം അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കൊലപാതകമാണ് എന്നുള്ള വിവരം കൂടി പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. പ്രജിൻ, ശരി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിന്റെ കാരണമടക്കമുള്ള മറ്റ് വിശദാംശങ്ങൾ വരും മണിക്കൂർ ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടെ പൊതുജനം കഴുതൽ സാറിന് പരിപാടി പൂർത്തിയാകുന്നു. ഇനി എൻകൗണ്ടർ പ്രൈമുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും. നമസ്കാരം.